Hi all, welcome to our channel Chandil's Crafted Stone with Care. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റെയിൻ ഡ്രോപ്പ് മാലയാണ്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ഓർഡർ ഉള്ള ഒരു ടൈപ്പ് മാലയാണ്. അതുകൊണ്ട് നിങ്ങളെയും കൂടെ ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു മാലയാണ്. ഈ മാല വേണം. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ബോൾസിൻ്റെ ഇടയിൽ ഇവിടെ ശരിക്കും 3 ലെയർ വരുന്നുണ്ട്. 3 ലെയർ ചെയിൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആസ് സച്ച് ഇങ്ങനെ ഒരു മാലയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടോ, ഇതിവിടെ കൊളുത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിനെ ഇച്ചിരി കൂടെ ഭംഗി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റെയിൻ ഡ്രോപ്പ് മോഡലിൽ ഇത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ പേളാണ്. ഇപ്പം ഇതേപോലത്തെ പേൾ തന്നെ വേണമെന്നില്ല. നമുക്ക് ഏത് കളർ പേളായാലും നമ്മളെ ഡ്രസ്സിന് മാച്ച് ആവുന്ന ഏത് കളർ ബീഡ്സോ പേളോ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നിപ്പോൾ വൈറ്റിൽ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടത് ഈ സംഭവം. ഇതെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫ്യൂസ് സ്റ്റാർ എന്ന് പറയും. ഇതിങ്ങനെ ഇവിടെ ഒരു മുട്ട് പോലെ വന്നിട്ട് ഇതൊരു കമ്പിയാണ്, 2 സൈഡിലും മുട്ട് പോലെയുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിനൊരു പേളിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്യാപ്പ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ ക്യാപ്പ് ഇപ്പോൾ കുറച്ച് മതി. ഇതേപോലത്തെ ക്യാപ്പ് കുറച്ച്, ഈ ക്യാപ്പ് ഇല്ലേലും നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ക്യാപ്പും കൂടെ കൊടുത്ത് അങ്ങ് ചെയ്യുവാണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാമല്ലോ, ഓക്കെ. അപ്പം ഇനി നമുക്ക് ഇത് ചെയ്തു തുടങ്ങാം. അപ്പം ഞാൻ കണ്ടോ, ഈ ഒരു ചെയിൻ ഞാൻ എടുത്തിട്ട് ഇതിൽ 3 ലെയർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ലെയറും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിങ്ങനെ മാല ഇങ്ങനെയല്ലേ ഇടുന്നത്, ഈ ബാക്കിലോട്ട് കട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് ഈ ഒരു പോർഷൻ തൊട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ ഇത് സ്റ്റാർട്ടിങ് ആണ്. ഇവിടെ ഇതാണ് കൊളുത്ത് വരുന്നത്. അപ്പോൾ കൊളുത്ത് തൊട്ട് കട്ട് ചെയ്യണമെന്നില്ല. കുറച്ച് ഇവിടം തൊട്ട് അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടം തൊട്ട് നമ്മൾ മോളീന്ന് അപ്പോൾ ഈ 3 ലെയർ ഉണ്ട് കണ്ടോ. ഇവിടെ മൂന്ന് ലെയറായിട്ട് ചെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ലെയർ നമ്മൾ കട്ട് ചെയ്യണം. ഒരു ലെയർ അങ്ങ് കട്ട് ചെയ്യുമ്പോൾ വേറൊന്നും പറ്റത്തില്ല. ഇവിടെ ഇത് ഇങ്ങനെ ഇത് വെച്ച് കട്ട് ചെയ്തപ്പം കണ്ടോ ഇങ്ങനെ വന്നത്. ഇനി അടുത്ത് നമ്മൾ ഇതേപോലെ അടുത്ത ഈ സെക്ഷനിൽ ഇവിടെ നിന്നും ഒരെണ്ണം അങ്ങ് താഴോട്ട് കട്ട് ചെയ്യണം. അപ്പം ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ അപ്പുറത്തെ സൈഡ് വരെ നിങ്ങൾ അങ്ങ് ചെയ്തു പോകണം കേട്ടോ. പക്ഷെ നടുക്ക് വരുമ്പോൾ നമുക്ക് 2 സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞു തരാം. അത് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഒരെണ്ണം കൂടെ ഞാൻ ഇവിടെ കട്ട് ചെയ്യുവാണേ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഒരൊറ്റ ഇതെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇത് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നു. കട്ട് ചെയ്ത് കണ്ടോ ഇതിങ്ങനെ താഴോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ഇതിലെല്ലാം ഇങ്ങനെ ചെയ്ത് പോകണം. ഇത് കണ്ടോ, ഞാൻ ഓരോ സൈഡിൽ നിന്നും ഈ 3 ലെയർ ഉള്ളിടത്ത് നിന്ന് ഇവിടെ കട്ട് ചെയ്തില്ല, ഇത്രയും ഭാഗം അങ്ങ് വിട്ടു. എന്നിട്ട് ഇവിടുന്ന് 1 by 1 ആയിട്ട് കട്ട് ചെയ്ത് പോയി. അങ്ങനെ കട്ട് ചെയ്ത് ഈ സെൻറ്ററിൽ ഞാൻ ഈ സൈഡിൽ നിന്നും കട്ട് ചെയ്ത്. അപ്പോൾ സെൻറ്ററിൽ ഇതേപോലെ 2 എണ്ണം വന്നു. അപ്പോൾ 2 എണ്ണം ഇപ്പം ഇത് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തു. ഇവിടെ കൊളുത്തൊക്കെ ഓൾറെഡി ഉണ്ട്. നമുക്കിനി അവിടെ ഒന്നും ചെയ്യാനില്ല. ഈ ഭാഗത്ത് നമ്മൾ ഇച്ചിരി ഭംഗി കൊടുക്കാനാണ് നമ്മളെ ഉദ്ദേശം. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇനി അടുത്ത് എന്താ പ്രൊസീജിയർ എന്ന് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്കിത് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫ്യൂസ് സ്റ്റാർ എടുത്തു. ഈ ഫ്യൂസ് സ്റ്റാർ എടുത്തിട്ട് ഇതിനെ ഞാനൊന്ന് 2 ആയിട്ട് കട്ട് ചെയ്തു. കറക്റ്റ് ഹാഫ് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ശകലം മതി. ഇങ്ങനെ ഏതാണ്ട് നടുക്ക് പോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തോട്ടാണ് ഇനി ഞാനൊരു ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്പ് ഇതിങ്ങനെ കമത്തി വെച്ചേക്കുക. ഇങ്ങനെയല്ല, ഇങ്ങനെ ഇടണം. അതായത് ഈ കല്ല് നമ്മൾ ഇതിനകത്ത് പേൾ ഇടുമ്പോൾ ആ പേള് ഇതിനകത്ത് വരണം. കണ്ടോ, ഇങ്ങനെ ഇട്ടു. ഇങ്ങനെ ഇട്ടതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ഒരു പേൾ ബീഡ് എടുത്തു. എന്നിട്ട് അത് ഇവിടെ ഇട്ടുകൊടുത്തു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട്, ഏത് കളർ വേണോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിങ്ങനെ കറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, അപ്പോൾ ഇങ്ങനെ വന്നു ഈ ഒരു ഫ്യൂസ് സ്റ്റാറിൽ. ഇത് ഫ്യൂസ് സ്റ്റാറിൻ്റെ തന്നെ ആ റൗണ്ട്സ് ഇതാണ് മുട്ട് പോലെ. എന്നിട്ട് ഇവിടെ ഒരു ക്യാപ്പ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബീഡ് ഇട്ടു. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഈ മാലയിൽ നമ്മളിത് കൊടുക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മളിതിൽ ഇങ്ങനെ കുറേ കട്ട് ചെയ്തെടുത്തല്ലോ നേരത്തെ. കട്ട് ചെയ്തെടുത്തെടുത്ത് നമ്മൾ ഈ ഒരു എൻഡിൽ നമുക്ക് ഈ ഏറ്റവും എൻഡിൽ ഉള്ള അതിൽ കൂടെ ആ ഹോളിൽ കൂടെ നമ്മൾ ഈ ഫ്യൂസ് സ്റ്റാർ ഒന്ന് കയറ്റിയിട്ട് ഇതിനെ ടൈറ്റാക്കി കൊടുക്കുക. അതിനുശേഷം കണ്ടോ, ഇതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഞാനിതിനെ ഒന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഞാനിവിടെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒരു 3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുകയാണ്.
മതി, 3 പ്രാവശ്യം മതി, ഇത് ഇരുന്നോളും. എന്നിട്ട് ഈ എക്സ്ട്രാ ഫ്യൂ സ്റ്റാർ ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മളുടെ കട്ടർ വെച്ച്, അല്ലെങ്കിൽ ഒരു സിസേഴ്സ് വെച്ചായാലും, നിങ്ങളുടെ കയ്യിൽ കട്ടർ ഇല്ല എങ്കിൽ സിസേഴ്സ് വെച്ചായാലും നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ വന്നു. എന്നിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഈ ഒരു നമ്മുടെ ഡ്രസ്സിലൊന്നും ഇത് കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പ്ലെയർ വെച്ചോ അല്ലെങ്കിൽ വേറെ ഒരു ടൂൾ വെച്ചോ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുവാണ്. അപ്പം നമുക്കത് വെളിയിലോട്ട് നിൽക്കത്തില്ല. ഇത് കണ്ടോ, ഇത് നമ്മൾ ഒരെണ്ണം ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാം നമ്മൾ ഇനി ചെയ്യാൻ പോവുകയാണേ. ഇത് കണ്ടോ, അപ്പോൾ അടുത്തത് ഇത് ഫസ്റ്റ് ഞാൻ ചെയ്തു. രണ്ടാമത്തതും ഇതേപോലെ കയറ്റിയിട്ട് ഞാനൊന്ന് ചുറ്റിച്ചു കൊടുത്തു. 3 പ്രാവശ്യം ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തു, മതി. അത് കഴിഞ്ഞതിന് ശേഷം ഈ അറ്റം ഇവിടെ വെച്ച് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ടൂൾ വെച്ച് ഞാൻ ഇതിനെ ഒന്ന് അങ്ങ് അടുപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മളെ ഡ്രസ്സിലൊക്കെ ഒന്നും കയറി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. നമുക്കല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് ആയിരിക്കുമല്ലോ എന്ന് വെച്ച് കേട്ടോ. ഇതിങ്ങനെയും ചെയ്യാം, ടൂൾ വെച്ച് നമുക്ക് ടൈറ്റ് ആക്കാം. ഞാൻ വേണമെങ്കിൽ അടുത്ത ബീഡ് ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞു തരാവേ. ഇത് കണ്ടോ, ഇത് ഞാൻ 2 എണ്ണം കഴിഞ്ഞു. ഇനി മൂന്നാമത്തേൽ ഇവിടെ ഞാൻ ഈ ഇതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിത് വേണമെങ്കിൽ ടൂൾ വെച്ച് ചെയ്യാം. ടൂൾ എന്ന് വെച്ചാൽ ഈ ടൂൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് കണ്ടോ ഇങ്ങനെ 3 പ്രാവശ്യം ചുറ്റിക്കുക. അത് പക്ഷെ കൈ കൊണ്ട് ചെയ്യാനേ ഉള്ളൂ. ഞാൻ പിന്നെ ഇതിങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. ടൂൾ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കാമല്ലോ. എന്നിട്ട് ഇവിടെ എൻഡിൽ കട്ട് ചെയ്യുന്നു. ഇനി വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എൻഡ്, ഈ ടൂളിൽ ഈ ഫ്യൂ സ്റ്റാറിൻ്റെ എൻഡ് ഉണ്ടല്ലോ അതിനകത്തോട്ടൊന്ന് ചപ്പിച്ചു കൊടുക്കുക. ഉണ്ടോ, അപ്പോൾ പിന്നെ നമുക്കത് സേഫായിട്ട്. ഇതിപ്പോൾ 3 എണ്ണം കണ്ടോ. ഇനി ഞാൻ ഇതേപോലെ ചെയ്ത് എടുക്കുവാണേ. അപ്പോൾ നമ്മളെ മാല റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, കട്ട് ചെയ്ത് ഓരോന്നായിട്ട് ഓരോ പേളും ഇവിടെ ഇങ്ങനെ ഫ്യൂ സ്റ്റാർ വെച്ച് ചുറ്റിച്ച് കൊടുത്തു. 3 പ്രാവശ്യം ചുറ്റിച്ചിങ്ങനെ കൊടുത്തതാണ്. നടുക്കായപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്നും കട്ട് ചെയ്തു. അപ്പോൾ അവിടെ നടുക്കിതായി ഇങ്ങനെ ഒരു ലോക്കറ്റ് പോലെ ജസ്റ്റ് വന്നു. പിന്നെ ഈ സൈഡിലും ഇതേപോലെ കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ ഇതിലിട്ട് കാണിക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഈ മാല അവസാനം ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാനിവിടെ പേളാണ് കൊടുത്തത്. ബ്ലാക്ക് ബീഡ്സ് കൊടുക്കാം, മെറൂൺ ബീഡ്സ് കൊടുക്കാം, ഏത് കളർ ബീഡ്സ് വേണോ നമുക്ക് കൊടുക്കാം. പിന്നെ വലിയ ബീഡ്സ് കൊടുക്കാം, ചെറിയ ബീഡ്സ് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മാല ഇഷ്ടമായെങ്കിൽ നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.